ന്യസ്തദണ്ഡമുനിഭർഗതിതാനുഭാവാത്മാത്മതശ്ച ജഗതാമിതി മേ വൃതോസി ഹിത്വാ ഭവൽഭ്രുവൗദീരിതകാലവേഗധ്വസ്താശിഷോബ്ജഭവനാഗപതീൻ കുതോന്യേ ജാഡ്യം വജസ്തവഗതാഗ്രജസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്ഥമാം ത്വം സിംഹോ യഥാസ്വ ബലിമീശപശൂൻ സ്വഭാഗം തേഭ്യോ ഭയാദ്യദുദധിം ശരണം പ്രപന്നഃ യദ്വാഞ്ചയാ നൃപശിഖാമണയോ അംഗവൈന്യജായന്ത നാഹുഷകയാതയാ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശ്രുവനം അംബുജാക്ഷാസീതന്തിതേനു പദവീം തൈഹാ സ്ഥിതാഃ കിം കാന്യം ശ്രേയത തവ പാദ സരോജഗന്ധമാഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാസതോരുഭയമർത്ഥവിയുക്തദൃഷ്ടി തം തു അനുരൂപമഭജം ജഗതാമധീശമാനിൽ ആത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേതവാഘ്രീരണം ശ്രുതിഭിർഭ്രമന്തിയായോ വൈ ഭജന്തമുപയാത്യനൃതാപവർഗഃ തസ്യാസ്യുരച്യുതനൃപഭവതോപദിഷ്ടാഃ സ്ത്രീണാം ഗൃഹേഷു ഖരഗോശ്വപിടാലഭൃത്യാഃ യൽ കർണമൂലമരീകരീഷണനോപയാൽ യുഷ്മൽ കഥാമൃഡവിരിഞ്ച സഭാസു ഗീതാ ത്വക്ഷ്മശ്രുരോമനഖകേശപിനദ്ധമന്തർമാംസാസ്ഥിരകൃത കൃമിവിട്കഭവിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢയാതേ പദാബ്ജമകരന്തമജിഘ്രദീ സ്ത്രീ അസ്തു അംബുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മൻരതസ്യ മൈജാനതിരിക്തദൃഷ്ടേ യരിഹസ്യ വൃദ്ധയുവാത്തരജ്യോതിമാത്രമാമീക്ഷസേതദുഹന പരമാനുകമ്പ നൈവാളീകമഹമന്യവചസ്തെ മധുസൂദന അംബായ ഇവ ഹി പ്രായഃ കന്യായാഃ സ്യാൽ രതിക്വജിൽ വ്യൂഢായാശ്ചാപി പുംസല്യമനോഭേദി നവന്നവം ബുധോ സതീം ന ബിഭ്രയർത്താം ബിഭ്രതുഭയച്യുതഃ ശ്രീഭഗവാനുവാച സാധ്വേതശ്രോതുകാമൈസ്തും രാജപുത്രീ പ്രലംഭിത മയോദിതം യദന്വാഥ സർവം ദല സത്യമേവ ഹി യാൻ യാൻ കാമയസേ കാമന്മയ്യ അകാമായ ഭാമിനി സന്ധിഹ്യേകാന്തഭക്തായസ്തവ കല്യാണി നിത്യത ഉപലബ്ധം പതി പ്രേമ പാതിവൃത്യം ച തേനഘേ യദ്വാക്യശാല്യമാനായ നധീർമയപകരിഷിത ഏമാം ഭജന്തി ദാമ്പത്യ തപസാവ്രതചര്യ കാമാത്മാനോപവർഗേശ മോഹിതാ മമ മായയാ മാം പ്രാപ്യമാനിന്യപവർഗസമ്പദം വാഞ്ഛന്തി സമ്പദേവ തൽപതിം തേമന്തഭാഗ്യനിരേപി നൃണമാത്രാത്മകത്വനിരേ സുസംഗമഃ ദിഷ്ട്യാ ഗൃഹേശ്വര്യ സകർന്മയി ത്വയാ കൃതാനുവൃത്തിർഭവമോചനീ ഖലൈഃ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹ്യസുംഭരായ നികൃതിഞ്ചുഷസ്ത്രിയാഃ നത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവഗണയിരഹോ ഹരോ മേ പ്രസ്ഥാപിതോ ദ്വിജോപശ്രുതസൽക്കഥസ്യ ഭ്രാതൃവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹപർവണി ച തദ്വധമക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുത്ഥമസഹോസ്മദയോഗഭീത്യ നൈവാബ്രവീഹി കിമപി തേന വയം ജിതാസ്തേ ദൂതസ്ത്വയ ആത്മലഭനെ സുവിക്തമന്ത്രഃ പ്രസ്ഥാപിതോ മയി ചിരായതി ശൂന്യമേതൽ മത്വാ ജിഹാസൈതമംഗമനന്യയോഗ്യം തിഷ്ഠേതത്വൈവയം പ്രതി നന്ദയാമഃ ശ്രീസുക ഉവാച ഏവം സൗരത സംലാപൈർഭഗവാൻ ജഗദീശ്വര സ്വരതോ രമയാ രമേ നരലോകമിടംബയൻ തഥാന്യാസാമപി വിഭുഃ ഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാം ലോകഗുരുരിഹരിഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ടിതമോധ്യായഃ. അതുകൊണ്ട് ഭഗവാനെ ഒത്തിരി പേര് ആ കാളയുടെ ഇടികൊണ്ട് ചത്തുപോയിട്ടത്രേ കല്യാണത്തിന് വന്നിട്ടേ. അത് കൃഷ്ണന് മാത്രം ആ പരീക്ഷണം നടത്താണ്ട് വന്നു കഴിഞ്ഞാൽ ആ രാജാക്കന്മാർ പലരും നമുക്ക് ശത്രു പോവില്ലേ. അതുകൊണ്ട് കൃഷ്ണനും ആ കാളയെ കെട്ടണം. ഇതാണ് എൻ്റെ പ്രതിജ്ഞ. ആയിക്കോട്ടെ പറഞ്ഞു. നോക്കുകയച്ച് കാളകളെ വിട്ടു. 7 കാളങ്ങനെ ഒത്തി മറച്ചുകൊണ്ട് ബഹളുണ്ടാക്കിക്കൊണ്ട് വന്നു. കൃഷ്ണനോ ഒരേ സമയത്ത് 7 കൃഷ്ണനായി. എന്നിട്ടോ 7 കൃഷ്ണൻ പോയി 7 കാളെ അങ്ങോട്ട് കെട്ടി. ആകാശത്ത് നവ പുഷ്പവർഷം ചെയ്തു. ദേവന്മാർ വാഴ്ത്തി സ്തുതിച്ചു. ശ്രീകൃഷ്ണൻ ഈശ്വരനല്ലേ, അവിടത്തേക്ക് അസാധ്യ വലുതുണ്ടോ? അങ്ങനെ സത്യയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഭഗവാന്റെ മറ്റൊരു അമ്മായിയുടെ മകൻ, വസുദേവരുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ മകളായിരുന്നു ഭദ്ര. ഭദ്രയും അച്ഛനും അമ്മയും എല്ലാവരും കൃഷ്ണഭക്തരാ. അതുകൊണ്ട് അവർക്ക് സന്തോഷമായിട്ട് ആ ഭദ്രയുടെ ആഗ്രഹം ഭഗവാനെ സേവിക്കലാണെന്ന് പറഞ്ഞപ്പോഴോ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെയോ മദ്രരാജകുമാരിയായ ലക്ഷ്മണയെ സ്വയംവര സദസ്സിൽ ഗരുഡൻ പണ്ട് ദേവലോകത്ത് പോയി അമൃത് അപഹരിച്ചു കൊണ്ടെന്ന മാതിരി
എതിർത്ത രാജാക്കന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആ ലക്ഷ്മണയെയും വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഇപ്പം പ്രധാനം പഷ്ടമഹിഷിമാർ 8 പേരായി. ഇനി 16,100 ഭാഗ്യവതികളായ ആ ഭക്തകളെ ഭഗവാൻ സ്വീകരിച്ചു. അതെങ്ങനെയാണ്? അവരൊക്കെ നരകാസുരൻ പിടിച്ചുകൊണ്ട് പോയിട്ട് നരകാസുരൻ്റെ ജയിലിലിട്ടിട്ട് ദ്രോഹിക്കുകയായിരുന്നു. നരകാസുരൻ മഹാഭീകരനായിരുന്നു. ഭൂമിയെ മാത്രമല്ല, ദേവലോകത്തെ, സ്വർഗത്തെ, ദേവന്മാരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആൾ. അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന അയാൾ ജയിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന് അമ്മയുടെ സമ്മതമില്ലാതെ മരണം ഉണ്ടാവുന്നൊരു വരവും മേടിച്ചിട്ടുണ്ട്. ആരാണ് നരകാസുരൻ എന്ന് വെച്ചാൽ രസമാണ്. ഭഗവാന് തന്നെ ഭൂമിയിലുണ്ടായ മകനാണ്. വരാഹാവതാരം ഉണ്ടായല്ലോ ഭഗവാൻ വരാഹാവതാരം എടുത്തപ്പോൾ വിഷ്ണുപത്നിയല്ലേ, വിഷ്ണുവാണല്ലോ വരാഹായി വന്നത്. വിഷ്ണുവിൻ്റെ പത്നിയാണല്ലോ ഭൂമിദേവി. ഒരു ഭഗവതി ലക്ഷ്മീദേവി, ഒരു ഭാഗത്ത് ഭൂമിദേവി. ആ ഭൂമിദേവിയിലുണ്ടായ മകനാണ് ഈ നരകാസുരൻ. പക്ഷെ മഹാദുഷ്ടനായിപ്പോയി. ഇനി അമ്മയുടെ സമ്മതം ഇല്ലാതെ അവനെ കൊല്ലാനും പറ്റില്ല. അങ്ങനെ ഇരിക്കണു. ആർക്കും അവനെ ജയിക്കാൻ വയ്യ. ദേവലോകം പിടിച്ചടക്കി. എന്നിട്ടോ ഇന്ദ്രൻ്റെ അമ്മയുടെ കാതിൽ 2 തോടകളുണ്ടായിരുന്നു, കുണ്ടലങ്ങൾ. അതൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നു. സ്റ്റാറ്റസ് സിമ്പിളൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നു. വരുണഭഗവാനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വരുണഭഗവാന്റെ സിംഹാസനത്തിൽ ഒരു വെൺകൊറ്റക്കുട ഉണ്ടായിരുന്നു. അത് അപഹരിച്ചു കൊണ്ട് തൻ്റെ സിംഹാസനത്തിൽ സ്ഥാപിച്ചു. ഇങ്ങനെ സകല ലോകപാലകന്മാരെയും തൻ്റെ കീഴിലാക്കി. അഹങ്കാരം കൊണ്ട് എല്ലാവരെയും അടക്കി അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ദ്രനും വരുണനും ദേവന്മാരെല്ലാവരും ധർമ്മസംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി അവതരിച്ചിരിക്കണവനല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ച് ഭഗവാനെ ഈ നരകാസുരനൊന്ന് വധിച്ച് ധർമ്മം പരിപാലിക്കണം, മാത്രമല്ല ഞങ്ങളുടെയൊക്കെ മാനം കാക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ സത്യഭാമയും കൂട്ടിപ്പോയി. സത്യഭാമ ഭൂമിദേവിയുടെ അവതാര. ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭഗവാന്റെ എല്ലാ പരിവാരങ്ങളും വരുമല്ലോ. മഹാലക്ഷ്മി വന്നു രുക്മിണിയായിട്ട്, ഭൂമിദേവി വന്നു സത്യഭാമയായിട്ട്, അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ അതും സത്യഭാമയും കൊണ്ടുപോയി. പക്ഷേ എളുപ്പമല്ല നരകാസുരനെ ജയിക്കാനേ. 5 കോട്ടകളുണ്ട് അകത്തേക്ക് കിടക്കാനേ. ആ കോട്ടകളൊക്കെ ഭഗവാൻ തകർത്തു. സുദർശനം, ഗദ, അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ഭഗവാന്റെ കയ്യിൽ ആയുധങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ 5 കിടങ്ങ്, അതും ഒരുവിധം കടന്നു ഭഗവാൻ. അത് കഴിഞ്ഞപ്പോൾ 5 നിലയുള്ള മുരാസുരൻ, അയാളുടെ സേനാനായകൻ, അയാൾ യുദ്ധത്തിന് വന്നു. ആ മുരാസുരനെ വധിച്ചു. അങ്ങനെ ഭഗവാൻ മുരാരിയായി. മുരനെ കൊന്ന് മുരാരിയായി. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് അക്ഷൗഹിണി സൈന്യങ്ങളെ അയച്ചു. ആ അക്ഷൗഹിണി സൈന്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അപ്പോഴാണ് നരകാസുരൻ്റെ വരവ്. അത്ര എളുപ്പമല്ല നരകാസുരനെ നേരിടാൻ. നരകാസുരനുമായി പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ നരകാസുരൻ്റെ അസ്ത്രമേറ്റ് ശ്രീകൃഷ്ണൻ കുറച്ച് നേരം ബോധം കെട്ടതുപോലെ കിടന്നു. ബോധം കെട്ടതല്ല, അഭിനയ കിടന്നു. ആ സമയം നോക്കി കൃഷ്ണനെ കൊല്ലാൻ വന്നു. ആ സമയത്ത് തൻ്റെ നാഥൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യഭാമ ആയുധമെടുത്തുകൊണ്ട് നിൻ്റെ കഥ ഞാൻ കഴിച്ചിട്ടേ ഇരിക്കുള്ളൂ ഇപ്പം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനോട് യുദ്ധം ചെയ്തു. ആ സമയം നോക്കി ഭഗവാൻ ചാടി എണീറ്റു. ഭഗവാന്റെ അഭിനയമായിരുന്നല്ലോ. അമ്മയുടെ സങ്കല്പം വേണം അവനെ കൊല്ലണമെങ്കിലേ. ഭൂമിദേവിയുടെ ഓൾറെഡി സത്യഭാമ ശപഥം ചെയ്തല്ലോ ഇതിനെ കൊല്ലുന്നത്. അങ്ങനെ സത്യഭാമയുടെ സഹായം കൊണ്ടെന്ന് വരുത്തിക്കൊണ്ട് ഭഗവാൻ സുദർശനം കൊണ്ട് നരകാസുരനെ വധിച്ചു. നരകാസുരൻ്റെ പുത്രനെ രാജാവാക്കി ഭഗദത്തനെ. ഈ രാജകുമാരിമാരെ മുഴുവനും കുളിപ്പിച്ച് പുത്തൻ പടവകൾ, പുത്തൻ പണ്ടങ്ങളൊക്കെ അണിയിച്ച് അംഗരക്ഷകന്മാരോടുകൂടി ഭടന്മാരോടുകൂടി അവരവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കന്യകമാർ മുഴുവനും ആ ജയിലിൽ കിടന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുക. അവർക്ക് കൃഷ്ണൻ മാത്രമേ ശരണുള്ളൂ. അവരെല്ലാവരും കൃഷ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഒരു നമസ്കാരം ചെയ്തു. ഭഗവാനെ, ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ കൊട്ടാരത്തിൽ പോകണ്ട. ഞങ്ങൾക്ക് ഭഗവാനെ സേവിച്ച് ദ്വാരകയിൽ വല്ല ജോലി, വല്ല സേവാപ്പണി തന്നാൽ മതി, ദാസിമാരാക്കിയാൽ മതി, സർവൻസ്. എന്താ കാരണം? ഒരു കാരണം ഭഗവാന്റെ മഹത്വം അറിയാം. ഭഗവാനെ സേവിച്ചാൽ ജന്മം സഫലമാകും. രണ്ടാമതോ, ഞങ്ങളിനി തിരിച്ചു പോയാൽ ഞങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഒരു രാജാവ് കട്ടുകൊണ്ടുപോയി കുറേ കാലം തൻ്റെ അധീനത്തിൽ വെച്ച സ്ത്രീയെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ചാരിത്രത്തെ സംശയിക്കില്ലേ? അവരുടെ പരിശുദ്ധിയെ സംശയിക്കില്ലേ? രാവണൻ്റെ അന്തഃപുരത്തിൽ 1 കൊല്ലം സീതയെ കൊണ്ടുവച്ചതിന് നാട്ടുകാരെന്തൊക്കെ പറഞ്ഞു നടന്നൂലേ? അതല്ലേ നമ്മുടെ നാട്. ശരിയോ? പരിശുദ്ധയായ ആ അമ്മേ,
അപ്പോൾ ഈ രാജകുമാരിമാരൊക്കെ കുറേ കാലത്തിന് ശേഷം തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ വരില്ലല്ലോ, സംശയിക്കില്ലേ? അവർ പറയാണ് ഞങ്ങളൊക്കെ പരിശുദ്ധകളാണ്. അത് ഞങ്ങൾക്കും അറിയാം, അവിടത്തേക്കും അറിയും, വേറെ ആർക്കും അറിയില്ല. അതല്ലേ നമ്മുടെ മനം ശുദ്ധമാണോ, നമ്മുടെ ജീവിതം ശുദ്ധമാണെന്ന് ആർക്കാ ശരിക്കറിയുക? ഒന്ന് നമുക്കറിയാം, ഒന്ന് നമ്മുടെ ഉള്ളിലിരിക്കണം ഭഗവാനും അറിയാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പരിശുദ്ധകളാണ്. ഞങ്ങൾ ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാനോ? ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ദാസിമാരല്ലാക്കണത്, നിങ്ങളെയൊക്കെ ഞാൻ വിവാഹം കഴിച്ച് പത്നിമാരാക്കും, മഹാറാണിമാരാക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ എല്ലാവരും കൂടി നരകാസുരനെ കൊന്നു കഴിഞ്ഞാൽ കുളിക്കണം, ബല കുളിക്കണം അല്ലേ? ഒരു കുളിയുണ്ടായി, അതാണ് ദീപാവളി കുളി. നരകാസുരനെ കൊന്നിട്ട് പിറ്റേ ദിവസമുള്ള കുളിയാണ് ദീപാവളി. ദീപാവളിക്ക് കുളിക്കണ്ടേ എണ്ണ തേച്ച്? അതൊക്കെ വലിയ തത്വങ്ങളാണേ. അതൊക്കെ കഴിഞ്ഞു ഭഗവാൻ ഈ സ്ത്രീകളോട് കൂടി ദ്വാരകയിലേക്ക് വന്നു. അന്ന് ഇന്നത്തെ മാതിരി ഇലക്ട്രിക് ലൈറ്റൊന്നും ഇല്ലല്ലോ, 5000 കൊല്ലം മുമ്പേ. അപ്പം എന്താ, ഭഗവാനെ രാത്രിയിൽ വരുമ്പോൾ സ്വീകരിക്കുകയാണ്. രാത്രി വരണേ. എല്ലാവരും അവരവരുടെ വീടുകളിൽ വഴികളുടെ മുമ്പിൽ എല്ലായിടത്തും വിളക്ക്, തിരി, ചരാത് ഇതൊക്കെ വെച്ച് നിറച്ച് വിളക്ക് വെച്ച് ഭഗവാനെ സ്വീകരിച്ചു. അതാണ് ദീപാവലി, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ? ദീപങ്ങളുടെ ആവലിച്ച കൂട്ടം.